ഭാരതാംബ വിവാദത്തിൽ ഗവർണറുടെ കത്തിന് വീണ്ടും മറുപടി നൽകാൻ സർക്കാർ. നിയമവിദഗ്ധരുടെ അഭിപ്രായം കൂടി മറുപടിയിൽ ഉൾപ്പെടുത്തും. ഭാരതാംബ ചിത്രം ദേശീയ ഐക്യത്തിന്റെ ഭാഗമാണെന്ന ഗവർണറുടെ നിലപാടിന് നിയമ പരിരക്ഷ ഇല്ലെന്ന് സർക്കാർ. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ഗവർണർക്ക് വീണ്ടും കത്തയക്കുക. കാവിക്കൊടിയേന്തിയ സ്ത്രീയെ പൂവിട്ട് പൂജിക്കുന്ന ഗവർണർ ഭരണഘടനയെ ആക്ഷേപിക്കുന്നുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി. അർലേക്കറുടേത് മതേതരത്വത്തോടുള്ള വെല്ലുവിളിയാണ്. ഗവർണർ പരസ്യ പ്രസ്താവനകൾ അവസാനിപ്പിക്കണമെന്നും മന്ത്രി പറഞ്ഞു. രാജ്ഭവനിൽ നടന്ന ഔദ്യോഗിക ചടങ്ങിൽ ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിക്കുകയും പൂവിട്ട് തൊഴുകയും ചെയ്ത ഗവർണറുടെ നടപടി ഭരണഘടനമായ നഗ്നമായ ലംഘനമാണെന്നുള്ളതിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ഭരണഘടനാപരമായ പദവിയിലിരിക്കുന്ന ഒരാൾ ഒരു പ്രത്യേക മതപരമായ ബിംബത്തെ ഔദ്യോഗിക ചടങ്ങിൽ ആരാധിക്കുന്നത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ അട്ടിമറിക്കുന്നതിന് തുല്യമാണ്. വീണ്ടും വീണ്ടും ഈ ഭാരതാംബെ പോകുന്ന ചടങ്ങുകളിലൊക്കെ പോവുകയും വീണ്ടും ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രതീകമാണെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ വീണ്ടും ഞങ്ങളും ഇത് ആവർത്തിച്ച് പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇത് പരസ്യ പ്രസ്താവന അവസാനിപ്പിക്കുന്നതിന് അപേക്ഷിക്കുകയാണ്. അതേസമയം സെനറ്റ് ഹാളിലുണ്ടായ സംഘർഷത്തിൽ രജിസ്ട്രാർ ഇന്ന് VCക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. സംഘാടകർ എല്ലാ നിബന്ധനകളും ലംഘിച്ചെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. വിവരങ്ങളുമായി അർജുൻ രാജാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. അർജുൻ, ഇതിനോടകം തന്നെ മുഖ്യമന്ത്രി ഒരു കത്ത് ഗവർണർക്ക് നൽകിയതാണ് ഭാരതാംബ വിഷയത്തിൽ. ഇപ്പോൾ വീണ്ടും കത്തും നിർദ്ദേശങ്ങളും നൽകാനുള്ള ഒരുക്കത്തിലാണോ സർക്കാർ? എന്താണ് മനസ്സിലാക്കേണ്ടത്? ഗവർണറെ ആവർത്തിച്ച് പറഞ്ഞ് ഇക്കാര്യം തിരുത്താനുള്ള ഒരു നീക്കമാണോ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്? എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ? ലക്ഷ്മി, പൊതുപരിപാടികളിൽ ഇത്തരത്തിലുള്ള പൊതുചിഹ്നങ്ങളല്ലാത്തത് ഉപയോഗിക്കരുതെന്ന് വീണ്ടും ഗവർണറെ ഓർമ്മിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ മുഖ്യമന്ത്രി തന്നെ വിശദമായ ഒരു കത്ത് രാജ്ഭവന് നൽകിയിരുന്നു. ഇത് ഭരണഘടനാ വിരുദ്ധമാണ്. പൊതുപരിപാടിയിൽ പോലും പൊതുചിഹ്നമല്ലാത്ത ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ചിഹ്നവും ഈ ഭാരതാംബ കാവിക്കൊടിയേന്തിയ ഭാരതാംബയെ ഉപയോഗിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി കത്തയച്ചിരുന്നു. അതിനുശേഷവും വീണ്ടും തിരിച്ച് സർക്കാരിന് കത്തയക്കുകയാണ് ഗവർണർ ചെയ്തത്. അത് രാജ്ഭവനിൽ നടന്ന പരിപാടിയിൽ വിദ്യാഭ്യാസ മന്ത്രി ഇറങ്ങിപ്പോയതിൽ പ്രോട്ടോകോൾ ലംഘനമുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ആ കത്ത്. ഈ കാവിക്കൊടിയേന്തിയ ഭാരതാംബ അത് പ്രദർശിപ്പിക്കുന്നത് പൊതുചിഹ്നമായി തന്നെ കണ്ടുകൊണ്ട് അത് പൊതുവായി ഉള്ളതാണെന്ന് തരത്തിലാണ് ഗവർണർ ഇപ്പോഴും സംസാരിക്കുന്നത്. മറുപടിയിലും അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ വീണ്ടും അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ ഒരു കത്ത് കൂടി അയക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ആ കത്തിൽ നിയമവിദഗ്ധരുടെ അഭിപ്രായം കൂടി ഉൾപ്പെടുത്താനാണ് സർക്കാർ ഇപ്പോൾ നീക്കം നടത്തുന്നത്. അതായത് ഭരണഘടനയിൽ പറയുന്ന അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ ഉണ്ട്. ഈ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ചിഹ്നം ഉപയോഗിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും ഈ കത്ത്. ഈ ഭാരതാംബ കാവിക്കൊടിയേന്തിയ ഭാരതാംബ എന്ന് പറയുന്നത് പൊതുചിഹ്നം എന്ന സന്ദേശം വഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു ചിഹ്നം ഉപയോഗിക്കുന്നത് ഭരണഘടനാപരമായി തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും ഈ കത്തുണ്ടാവുക. ഈ കത്തിന് ഇനി എന്തായിരിക്കും ഗവർണറുടെ മറുപടി എന്നുള്ളതും തീർച്ചയായും ആകാംക്ഷ ഉള്ള കാര്യമാണ്. അതേസമയത്ത് തന്നെ ഗവർണർ കഴിഞ്ഞ ദിവസം സെനറ്റ് ഹാളിലുണ്ടായ സംഘർഷത്തിന്റെ പേരിൽ രജിസ്ട്രാർക്കെതിരെ ഒരു വിശദീകരണം തേടിക്കൊണ്ട് VCക്ക് കത്തയച്ചിരുന്നു. ആ വിശദീകരണത്തിന് ഇന്ന് രജിസ്ട്രാർ മറുപടി നൽകും. ആ പരിപാടിക്കകത്ത് ഭാരതാംബയെ കാവിക്കൊടിയേന്തിയ ഭാരതാംബയെ പ്രദർശിപ്പിച്ചത് തെറ്റാണ്. ഇക്കാര്യം സംഘാടകരോട് പലവട്ടം ആവശ്യപ്പെട്ടിട്ടും അത് തിരുത്തിയില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും രജിസ്ട്രാറുടെ വിശദീകരണം. ഈ വിശദീകരണം രജിസ്ട്രാർ നൽകുന്ന വിശദീകരണം VC ഗവർണർക്ക് കൈമാറുകയും ചെയ്യും. അതിനുശേഷം ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ ഏതെങ്കിലും തരത്തിലുള്ള കടുത്ത നടപടി രജിസ്ട്രാർക്ക് എതിരെ എടുക്കുമോ എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇക്കാര്യത്തിൽ സർക്കാർ ഏതെങ്കിലും തരത്തിലൊരു വിട്ടുവീഴ്ചയോ ഈ പറയുന്ന നിലപാടിൽ നിന്ന് പിന്നോട്ട് പോക്കോ ഉണ്ടായിട്ടില്ല. ഇനിയും ഭരണഘടനാ കാര്യങ്ങൾ ഗവർണറെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള കത്തയക്കൽ തുടരാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയത്ത് തന്നെ കാവിക്കൊടിയേന്തിയ ഭാരതാംബയെ ഇനിയുമുള്ള പരിപാടികളിൽ പ്രദർശിപ്പിക്കാൻ തന്നെ ഗവർണർ തീരുമാനിച്ചിട്ടുണ്ട്. അത് പൊതുചിഹ്നമാണെന്ന് ആവർത്തിച്ച് ആളുകളെ ആ തരത്തിൽ സന്ദേശം നൽകാനാണ് ഗവർണർ ഇപ്പോഴും ശ്രമിക്കുന്നത്. ഈ വിവാദം ആ രീതിയിൽ തന്നെ തുടരാനുള്ളൊരു സാധ്യത കൂടിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ലക്ഷ്മി. അർജുൻ രാജാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ.